തൻ്റെ ആഗ്രഹ സാഫല്യത്തിനായി എന്ത് വഴികൾ തേടാനും മനുഷ്യന് ഒരുക്കമാണ്. ദൈവത്തോട് നിരന്തരം അവൻ തൻ്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി തേടിക്കൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനകൾക്കിടയിലാണ് എന്ന് തോന്നാറുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഒരാഗ്രഹം നിറവേറുമ്പോൾ അടുത്ത ആഗ്രഹത്തിന് വേണ്ടിയുള്ള അഭിലാഷം, അതിനിടയിൽ നമ്മൾ ജീവിക്കാൻ മറന്നുപോകുന്നു. ഈ ആഗ്രഹങ്ങൾക്ക് പിറകെയുള്ള ഓട്ടം മാത്രമായി ജീവിതം മാറിമറിയുന്നു. അങ്ങനെയാണോ നമ്മുടെ ജീവിതം വേണ്ടത് എന്നതാണ് യഥാർത്ഥ ചോദ്യം. മനുഷ്യൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുക സാധ്യമല്ല എന്ന് മനുഷ്യന് തന്നെ അറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും അതിൻ്റെ സാധ്യതകൾ അന്വേഷിച്ചാണ് അവൻ നടന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ലഗ്താ നഹി ഹെ ദിൽ മെരാ ഉജ്ഡേ ദയാരുമേ എന്ന് പറയുന്ന ഗസൽ തൊട്ടു മുൻപ് ചർച്ച ചെയ്തതാണ്. ആ ഗസലിലെ ഈരടികൾ ബഹദൂർ ഷാ സഫറിൻ്റെതാണ് എന്ന് നമുക്ക് അറിയാം. ലഗ്താ നഹി ഹെ ദിൽ മെരാ ഉജ്ഡേ ദയാരുമേ എന്ന് പറയുന്ന ഈ ഗസൽ അവതരിപ്പിക്കപ്പെടുന്ന മുഷായറകളിലാണെങ്കിലും സംഗീത സദസ്സുകളിലാണെങ്കിലും അതിൽ ബഹദൂർ ഷാ സഫറിൻ്റേത് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ഈരടിയുണ്ട്. വളരെ മനോഹരമായ ഒരു ഈരടി. അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെതായിരുന്നില്ല എന്നതാണ് വാസ്തവം. സീമാബ് അക്ബറാബാദി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു ഉറുദു കവിയുടേതാണ് യഥാർത്ഥത്തിൽ ആ ഈരടി. നമ്മൾ മുൻപ് തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഗസലിൻ്റെ ചില ഘടനാപരമായ സവിശേഷതകൾ, അതാണ് യഥാർത്ഥത്തിൽ ലഗ്താ നഹി ഹെ ദിൽ മെരായിലേക്ക് ആ ഈരടി ചേർത്ത് വെക്കപ്പെടാനുള്ള കാരണം.